2025 മഹാകുംഭമേളയ്ക്കൊപ്പം വാർത്തകളിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് മൊണാലിസ ഭോസ്ലെ. ഇൻഡോർ സ്വദേശിയായ ഈ 16-കാരിയുടെ സൗന്ദര്യവും ആകർഷണീയതയും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയായിരുന്നു. അച്ഛനമ്മമാർക്ക് 2 സഹോദരിമാർക്കുമൊപ്പമാണ് പ്രയാഗ്രാജിലെ കുംഭമേളയിലേക്ക് മൊണാലിസ എത്തിയത്. മുത്തുകളും മാലകളും കൊണ്ടു നടന്നു വിൽക്കുന്ന ബെഞ്ചാരൻ വംശത്തിൽപ്പെടുന്നവരാണിവർ. മൊണാലിസയുടെ ആകർഷണീയമായ കണ്ണുകൾക്കൊപ്പം മാല വിൽപ്പന രീതിയും ആളുകളോട് സംസാരിക്കുന്നതും കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വല്ലാതങ്ങ് വൈറലായി. ലോകം മുഴുവൻ മൊണാലിസയ്ക്ക് ആരാധകരായി. മഹാകുംഭമേളയുടെ മൊണാലിസ എന്ന പേരും വീണു. അതേസമയം മൊണാലിസയുടെ പെട്ടെന്നുണ്ടായ പ്രശസ്തി കുടുംബത്തെയാകെ ഭയത്തിലാക്കുകയാണ് ചെയ്തത്. ഇവർ 50-അംഗ സംഘമായാണ് വന്നതെങ്കിലും ഒറ്റതിരിഞ്ഞാണ് പലയിടത്തും മാല വിൽക്കുന്നത്. ഇത്രത്തോളം പ്രശസ്തയായാൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോകും എന്ന് മറ്റുള്ളവർ ഭയപ്പെടുത്താനും തുടങ്ങി. ഫോട്ടോ എടുപ്പുകാരുടെയും വീഡിയോ എടുപ്പുകാരുടെയും ശല്യവും മൊണാലിസയ്ക്ക് സഹിക്കുന്നതിനപ്പുറമായി. ഭയപ്പാടോടെ കുട്ടി ഇതിൽ നിന്നൊക്കെ മാറി കുറച്ച് ദിവസം വീട്ടിലേക്ക് പോയി നിന്നു. കാരണം ശ്രദ്ധാകേന്ദ്രമായതോടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. ആളുകൾ എപ്പോഴും മൊണാലിസയെ കാണാൻ കൂട്ടം കൂടുകയും ഫോട്ടോ എടുക്കലുമായി. അവൾക്ക് മാലയും വിൽക്കാൻ പറ്റാതായി. ഇത് വീട്ടുകാരെയും തെല്ലൊന്നും ഭയപ്പെടുത്തി. അതോടെയാണ് അച്ഛൻ അവളെ വീട്ടിലേക്ക് തിരിച്ചയച്ചത്. വീട്ടിലേക്ക് തിരിച്ചു പോയ മൊണാലിസയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. തൻ്റെ പേരും ചിത്രവും ഉപയോഗിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ ആരാധകരെ നേടുന്നു. ഇതോടെ മൊണാലിസ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരസ്യമാക്കി. ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മൊണാലിസയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം തനിക്ക് തന്നെ വരട്ടെ എന്നാണ് മൊണാലിസയും പറയുന്നത്. കാരണം ആരും തന്നെ മാല വിൽക്കാൻ സമ്മതിക്കുന്നില്ല. വെറുതെയുള്ള ഫോട്ടോ എടുക്കൽ കൊണ്ട് പണം വരില്ലല്ലോ. മൊണാലിസയ്ക്ക് മുമ്പേ ഒട്ടേറെ ഫാൻ പേജുകളും അവളുടെ പേരിൽ തുടങ്ങിയിരുന്നു. 10,000-കണക്കിനും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ആ പേജുകൾക്ക് വരുന്നത്. ഫാൻ പേജുകളിലെ വീഡിയോകൾക്കും മില്യൺ കണക്കിന് കാഴ്ചക്കാരുണ്ടായി. ഇതോടെയാണ് മൊണാലിസ സ്വന്തമായി യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ ചാനലുകളും തുടങ്ങാൻ തീരുമാനിച്ചത്. ഇതിൽ മൊണാലിസയുടെ മേക്ക് ഓവർ വീഡിയോയുമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടെ നടത്തിയ മേക്ക് ഓവർ വീഡിയോ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. എന്നാൽ മേക്ക് ഓവർ വീഡിയോ ആരാധകർക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മേക്കപ്പ് ഇല്ലാതെയാണ് അവൾ സുന്ദരിയെന്നും സ്വതസിദ്ധമായ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സാധിക്കാത്തതെന്നും പോസ്റ്റിന് താഴെ കമൻറ്റുകൾ നിറഞ്ഞു. ഒരു ലോഡ് മേക്കപ്പ് വാരി നിറച്ചു, ചുണ്ടുകൾക്ക് ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് വൃത്തികേടാക്കി, നാച്ചുറൽ ബ്യൂട്ടിയെ ലോകം സ്വീകരിക്കുന്നില്ല, ഇങ്ങനെ നീളുന്നു കമൻറ്റുകൾ. ചിലർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ചീത്ത വിളിച്ചു. ഒരു പൂമ്പാറ്റയെ പോലെ പറന്നു നടന്ന മൊണാലിസയും പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിൽ അത്ര സന്തുഷ്ടയല്ല. വീഡിയോ ഉണ്ടാക്കി നടക്കാതെ ജോലിയിൽ ശ്രദ്ധിക്കാനാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മൊണാലിസ വീണ്ടും മാല വിൽപ്പനയിൽ സജീവമാണ്. പുതിയ ഓഫറുകളെക്കുറിച്ച് ചോദിക്കുന്നവരോട് അവൾ വ്യക്തമായി പറയുന്നു, അതൊക്കെ ഈശ്വര നിശ്ചയം. അഭിനയിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അഭിനയിക്കുമെന്നാണ്. മോഡലിങ്ങിനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ മോഡലിങ്ങും ചെയ്യും. വീഡിയോ ഉണ്ടാക്കുന്നതും ഇടുന്നതുമൊക്കെ താനേറെ ആസ്വദിക്കുന്നുണ്ടെന്നും മൊണാലിസ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും നിലവിലുള്ള വരുമാന മാർഗം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്ന നിലപാടിലാണ് ഈ 16-കാരി.